ജോനാഥൻ ഉടനെ തന്നെ ചിമ്മിനിയുടെ സൈഡിൽ കൊണ്ടുപോയി അതിന്റെ നിഴലിൽ നിർത്തി ആ സൂര്യോദയം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൾ അത്ഭുതത്തോടെ അത് നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ നിന്നും കാണിക്കുന്നത് ഒരു ഭീകര സത്വം അതിന്റെ വായിൽ നിന്നും തീ പുറത്തേക്ക് തുപ്പുന്നതാണ്. അപ്പോൾ ആ തീ വെള്ളത്തിൽ തട്ടി അതിന്റെ പുക ഒരു ചെറിയ ജനലിൽ കൂടി അകത്തുള്ളൊരു മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ഡ്രാക്കുളയും കൂട്ടുകാരും ഇരിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു സ്റ്റീം ബാത്ത് ആയിരുന്നു. അവിടെ അവർ ജോനാഥൻ ഒരു അടിപൊളി പയ്യനാണെന്നും മേവിസിന് അവൻ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ടെന്നും പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഡ്രാക്കുള മേവിസിന് ജോനാഥനെ പോലുള്ള ഒരാളെ ഒരിക്കലും ഇഷ്ടമാവില്ല എന്ന് പറയുന്നു. അതേസമയം ജോനാഥനെ കാണിക്കുമ്പോൾ സൂര്യോദയം കണ്ട് അത്ഭുതപ്പെട്ട് നിന്നിരുന്ന മേവിസിനെ അവൻ പതുക്കെ കൈ പിടിച്ച് സൂര്യപ്രകാശം വരുന്നത് കണ്ട് പുറകിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നു. പെട്ടെന്ന് അവൻ കാല് തെറ്റി ഓടും പൊളിച്ച് നേരെ താഴേക്ക് പോകുന്നു. വീണ്ടും ഡ്രാക്കുളയെ കാണിക്കുമ്പോൾ ജോനാഥൻ എന്തായാലും ഇവിടെ നിന്ന് പോയി, അവന് മേവിസിനെയും നമ്മളെയും ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം എന്ന് പറഞ്ഞ് തീർന്നതും മുകളിൽ നിന്നും ഓടും പൊളിച്ചു വന്ന ജോനാഥൻ കൃത്യം ഡ്രാക്കുളയുടെ മടിയിൽ തന്നെ വന്ന് വീഴുന്നു. അവനെ കണ്ട് കലിപ്പിലായ ഡ്രാക്കുള അവനെയും വിളിച്ച് ഹാളിലേക്ക് വന്ന് അവിടെയുള്ള മേശകളെല്ലാം അറേഞ്ച് ചെയ്തിടാൻ ജോനാഥനോട് പറയുന്നു. അവനാണെങ്കിൽ അത് തള്ളി നിരക്കി നീക്കിയപ്പോൾ തറയിൽ ഉറഞ്ഞ് വല്ലാത്ത ശബ്ദം ഉണ്ടായിരുന്നു. അത് കേട്ട് അസ്വസ്ഥനായ ഡ്രാക്കുള വേഗം ജോനാഥന്റെ വായിൽ അവന്റെ തന്നെ വിരലും തിരികെ ഭിത്തിയുടെ ഒരു മൂലയ്ക്ക് മന്ത്രശക്തി കൊണ്ട് അവനെ കൊണ്ടിരുത്തി ഡ്രാക്കുള തന്നെ അവന്റെ മന്ത്രശക്തി കൊണ്ട് ആ ടേബിളുകളെല്ലാം അറേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നു. ഡ്രാക്കുള പറയുന്ന സ്ഥലത്തേക്ക് ആ ടേബിളുകളെല്ലാം സ്വയം പറന്നു നീങ്ങി അവിടെ ചെന്നിരിക്കുന്നു. അത് കണ്ട് അത്ഭുതപ്പെട്ട ജോനാഥൻ പെട്ടെന്ന് ഒരു ടേബിളിന് മുകളിൽ കയറി ഡ്രാക്കുള പറഞ്ഞ പോലെ തന്നെ അവനും പറഞ്ഞപ്പോൾ ആ ടേബിൾ ജോനാഥനെയും കൊണ്ട് ആ മുറിയിൽ കൂടി പറക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് ആ ടേബിളും കൊണ്ട് ഡ്രാക്കുളെ അടിക്കാൻ വന്നതും അവൻ ഒഴിഞ്ഞു മാറി വേറൊരു ടേബിൾ എടുത്ത് ജോനാഥന്റെ പുറകെ പറക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഹാളിൽ കൂടി ടേബിളിന്റെ മുകളിൽ കയറി പറന്ന് നടന്ന് കളിക്കുന്നു. ഇതേസമയം ഹോളിന് പുറത്ത് ഷെഫ് കൊസിമോഡയും അവന്റെ എലിയും മനുഷ്യന്റെ മണം പിടിച്ചു വരികയാണ്. അവന് കിട്ടിയാൽ ഞാൻ ഇന്ന് കറി വെക്കുന്ന ഷെഫ് പറയുന്നുണ്ട്, അതായത് ജോനാഥനെ. ഡ്രാക്കുളയും ജോനാഥനും ടേബിളിന്റെ മുകളിൽ കയറി പറന്ന് ഒരവസരത്തിൽ അവർ രണ്ടുപേരും ഒരു ടേബിളിലാകുന്നു. അങ്ങനെ ആ ടേബിളും കൊണ്ട് അവർ ഹോളിന്റെ വെളിയിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ കാവൽ നിന്നിരുന്ന ഒരു പടച്ചട്ട കാവൽക്കാരന്റെ മേത്തിടിച്ച് അവർ താഴെ വീഴുന്നു. പക്ഷെ ഡ്രാക്കുള ഭയങ്കര ഹാപ്പിയാണ്, നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ജോനാഥനെ തപ്പിയപ്പോൾ അവൻ അവിടെ എങ്ങും കാണാനില്ല. പെട്ടെന്ന് താഴെ കുറെ കാൽപാദങ്ങൾ കണ്ട് ഡ്രാക്കുളയ്ക്ക് മനസ്സിലായി അത് കൊസിമോഡോ ആണെന്ന്. അയാൾ പെട്ടെന്ന് കൊസിമോഡോയുടെ പുറകെ പാഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ വഴിയിൽ വെച്ച് മേവിസിനെ കാണുന്നു. അപ്പോൾ ഡ്രാക്കുള, നീ എന്താണ് ഉറങ്ങാത്തത്? ഇപ്പോൾ പകലാണ്, സൂര്യപ്രകാശം ഏറ്റാൽ നീ മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, ജോണിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അതായത് ജോണിസ്റ്റൈൻ എന്ന ജോനാഥനെ. അപ്പോൾ ഡ്രാക്കുള, ഇല്ല, പക്ഷെ നീ എന്തിനാണ് അവനെ അന്വേഷിക്കുന്നത്? നിനക്ക് അവൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അവൾ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അവളുടെ സംസാരത്തിൽ നിന്നും ഡ്രാക്കുളയ്ക്ക് മനസ്സിലായി അവൾക്ക് ജോനാഥനോട് എന്തോ താല്പര്യമുണ്ടെന്ന്. ഡ്രാക്കുള ഉടനെ അവന്റെ പടച്ചട്ട കാവൽക്കാരനോട് കൊസിമോഡോ എവിടെയാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പടച്ചട്ട അറിയാം, അവൻ അടുക്കളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. എങ്കിൽ അവനെ ഉടനെ തടയണമെന്ന് പറഞ്ഞ് ഡ്രാക്കുള അവനെ പറഞ്ഞു വിടുന്നു. അപ്പോൾ കൊസിമോഡോയെ കാണിക്കുമ്പോൾ അയാൾ ജോനാഥനെ കയറുകൊണ്ട് കെട്ടി വായും മൂടിക്കെട്ടി അവന്റെ പുറത്ത് കയറ്റി കൊന്ന് കറി വെക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പടച്ചട്ട അവന്റെ കൂട്ടാളികളെയും കൂട്ടി അങ്ങോട്ട് വന്ന് അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൊസിമോഡോ അവരെല്ലാം വെട്ടിച്ച് ജോനാഥനെയും കൊണ്ട് പോകുന്നു. അവരെ ആക്രമിക്കാൻ ശ്രമിച്ച എട്ടുകാലികളെ അയാളുടെ എലി തിരിച്ചാക്രമിക്കുന്നുണ്ട്. അവസാനം ഒരു എട്ടുകാലി വല പാരച്ചൂട്ട് പോലെയാക്കി താഴെ സേഫ് ലാൻഡിങ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ പടച്ചട്ടയുടെ ഹെൽമെറ്റ് വന്ന് വീണ് ആ എട്ടുകാലി മരിച്ചു പോകുന്നുണ്ട്. നല്ല രസമുള്ള സീനുകളാണ് ഇതെല്ലാം. ഇതേസമയം ഡ്രാക്കുള മേവിസിന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മുമ്പ് ലവിനെ പറ്റി എല്ലാം പറയുമ്പോൾ നീ ഇൻട്രസ്റ്റ് കാണിച്ചില്ല, എന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു ഇഷ്ടം എന്ന് ഡ്രാക്കുള ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ല എന്ന് മേവിസ് പറയുന്നു. കാരണം മേവിസിന്റെ പ്രായം അതാണല്ലോ, 118. അപ്പോൾ പെട്ടെന്ന് ഒരു പടച്ചട്ട കാവൽക്കാരൻ വന്നിട്ട് ഡ്രാക്കുളയോട് കൊസിമോഡ് അവരെല്ലാം വെട്ടിച്ച് അടുക്കളയിലേക്ക് പോയ കാര്യം പറയുന്നു. ഡ്രാക്കുള പെട്ടെന്ന് മേവിസിനോട് ഇപ്പോൾ വരെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അടുക്കളയിൽ കൊസിമോഡോ ജോനാഥനെ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഡ്രാക്കുള ഉടനെ തന്നെ അവന്റെ കെട്ടെല്ലാം അഴിച്ചിട്ട് അവനെയും കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ കൊസിമോഡോ നിങ്ങൾ എന്തിനാണ് ഒരു മനുഷ്യനെ സഹായിക്കുന്നതെന്ന് ഡ്രാക്കുളയോട് ചോദിക്കുന്നു. അപ്പോൾ ഡ്രാക്കുള അവൻ മനുഷ്യനല്ല, ഒരു മോൺസ്റ്റർ ആണെന്ന് പറയുന്നു. അവൻ ഫ്രാങ്കൻസ്റ്റൈന്റെ കസിൻ ആണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊസിമോഡോ ഇവനൊരു മോൺസ്റ്റർ ആണെങ്കിൽ എന്റെ എലിയെ ഒന്ന് പേടിപ്പിച്ച് കാണിക്കാൻ പറയുന്നു. ജോനാഥൻ ഉടനെ എലിയുടെ മുമ്പിലെത്തി എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ എലിക്കൊരു കുലുക്കവും ഇല്ല. അപ്പോൾ എലി ചെറുതായിട്ടൊന്ന് ഒച്ചയെടുത്തപ്പോൾ ജോനാഥൻ പേടിച്ച് താഴെ വീഴുന്നു. അതുകൊണ്ട് കൊസിമോഡോ മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കള മുഴുവൻ ഓടി നടന്ന് അലറുന്നു. ഡ്രാക്കുള പെട്ടെന്ന് അവനെ ഫ്രീസ് ആക്കിയിട്ട് ജോനാഥനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. പോകുന്ന വഴി ജോനാഥൻ അവനെ രക്ഷിച്ചതിന് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ഡ്രാക്കുള നിന്നെ ഒരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞ് അവനൊരു വലിയ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു ശവപ്പെട്ടി കണ്ട് ഇത് നിന്റെ ബെഡാണല്ലേ എന്ന് ജോനാഥൻ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ ഭിത്തിയിൽ ഒരു സ്ത്രീയുടെ വലിയ ഫോട്ടോ കാണുന്നു. അത് കണ്ട് ജോനാഥൻ ഈ പടം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ലുബോവ് എന്ന കോട്ടയിൽ ഇവരെ പറ്റിയുള്ള കഥയും എനിക്കറിയാമെന്ന് പറയുമ്പോൾ എന്ത് കഥ എന്ന് ഡ്രാക്കുള ചോദിക്കുന്നു. അപ്പോൾ ജോനാഥൻ അവരുടെ കഥ പറയുന്നു. ആ സ്ത്രീയാണ് ലേഡി ലുബോവ്. ഒരിക്കൽ ആ സ്ത്രീ ഒരു പ്രഭുവിനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ അവർ തമ്മിൽ അഗാധമായ പ്രേമത്തിലാവുന്നു. പിന്നീട് അവർ ലുബോവ് എന്ന കൊട്ടാരത്തിൽ താമസം തുടങ്ങി. അവിടെ വെച്ച് അവർക്കൊരു കുട്ടിയും ജനിക്കുന്നു. എന്നാൽ പിന്നീട് ഒരു രാത്രിയിൽ നടന്ന അപ്രതീക്ഷിത തീപിടുത്തത്തിൽ അവർ മരിച്ചു പോകുന്നു. ഞാൻ ആ കോട്ടയിൽ ചെന്നപ്പോൾ എനിക്ക് അവരുടെ ദിവ്യ പ്രണയത്തിന്റെ പവർ ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നു എന്നും ജോനാഥൻ പറയുന്നു. അപ്പോൾ ഡ്രാക്കുള നീ പറഞ്ഞ കഥയെല്ലാം തെറ്റാണ്, അന്ന് തീപിടുത്തത്തിൽ ഭാര്യ മാത്രമായിരുന്നു മരിച്ചു പോയത് എന്ന് പറഞ്ഞ് ആ ഫോട്ടോയുടെ മുമ്പിലുണ്ടായിരുന്ന തുണി വലിച്ചു മാറ്റുന്നു. അപ്പോഴാണ് ആ ഫോട്ടോ മുഴുവനായും കാണുന്നത്. അതിൽ ആ സ്ത്രീയോടൊപ്പം ഡ്രാക്കുളയും ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഡ്രാക്കുളയുടെയും ഭാര്യ മാർത്തയുടെയായിരുന്നു. എന്നിട്ട് ഡ്രാക്കുള അവൾ മരിച്ചത് അപ്രതീക്ഷിതമായ തീപിടുത്തത്തിലായിരുന്നില്ല, നിന്നെ പോലുള്ള മനുഷ്യർ അവളെ
കൊന്നു കളഞ്ഞതായിരുന്നു എന്ന് ദേഷ്യത്തിൽ പറയുന്നു. അപ്പോൾ അന്ന് നടന്നത് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ കുറെ ആളുകൾ തീപ്പന്തങ്ങളുമായിട്ട് ആ കോട്ട ആക്രമിക്കാൻ വരുന്നുണ്ട്. ഡ്രാക്കുള ഭാര്യയും കുഞ്ഞിനെയും അകത്ത് നിർത്തിയിട്ട് അവരോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. പക്ഷേ ആ സമയം അകത്ത് ഭാര്യ മാർത്ത മരണപ്പെടുന്നു. പിന്നീട് ഡ്രാക്കുള ആ കുഞ്ഞിനെ എടുത്ത് ആ കോട്ടയുടെ വെളിയിൽ വരുന്നു. അപ്പോഴേക്കും ആ കോട്ട മനുഷ്യരെല്ലാരും ചേർന്ന് തീ വെച്ച് നശിപ്പിക്കുന്നു. അവരായിരുന്നു യഥാർത്ഥ മോൺസ്റ്റേഴ്സ് എന്ന് ഡ്രാക്കുള പറയുന്നു. ആ കഥ കേട്ട് ജോനാഥന് സങ്കടത്തിലാവുന്നുണ്ട്. അപ്പോൾ ഡ്രാക്കുള, ഞാൻ ഈ സ്ഥലം പണിതത് എന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരച്ഛൻ അവന്റെ ഫാമിലിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അതൊരു പക്ഷേ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിൽ കൂടി. പക്ഷെ ഇപ്പോൾ മേവിസിന് നിന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് പറയുന്നു. അത് കേട്ട് ജോനാഥൻ ഭയങ്കര സന്തോഷത്തിലാവുന്നുണ്ട്. ഡ്രാക്കുളയ്ക്കും ശരിക്കും അവന് ഇഷ്ടമായി എന്ന് അയാൾ പറയുന്നുണ്ട്. നീ ഒരു നല്ല പയ്യനാണ്, പക്ഷെ ഈ ലോകം വേറെ രീതിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചതിനെ എന്ന്. അപ്പോൾ ജോനാഥൻ, ഡ്രാക്ക്, ഇത് 21-ാം നൂറ്റാണ്ടാണ്. പണ്ടത്തെ ആളുകളെ പോലെയല്ല ഇപ്പോഴത്തെ ആളുകൾ എന്ന് പറയുമ്പോൾ ഉടനെ ഡ്രാക്കുള, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ലോകത്തിലേക്ക് വന്നാൽ എല്ലാവരും ഞങ്ങളെ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ റിയാലിറ്റി മനസ്സിലാക്കിയ ജോനാഥൻ ഇല്ല എന്ന് സങ്കടത്തോട് പറയുന്നു. എന്നിട്ട് നല്ലതിന് വേണ്ടി ഞാൻ പൊയ്ക്കോളാം, മേവിസ് ചോദിക്കുവാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഞാൻ പോയതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഡ്രാക്കുള അവനെ തടഞ്ഞിട്ട്, ഇപ്പോൾ പോലെ മേവിസിന്റെ ബർത്ത്ഡേ പാർട്ടി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, പാർട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നിനക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോൾ ജോനാഥൻ, എന്തായാലും ഞാൻ ഒന്നില്ലെങ്കിൽ അവളെ വേദനിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളെ എന്ന് പറയുന്നു. അപ്പോൾ ആ മൂഡൊന്ന് മാറ്റാൻ വേണ്ടി ഡ്രാക്കുള പെട്ടെന്ന് വിഷയം മാറ്റി എന്തൊക്കെയോ തമാശകളെല്ലാം പറഞ്ഞ് ആ മുറിയിൽ നിന്നും അവർ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നു. രാത്രിയായി. കോട്ടയിലുള്ള എല്ലാവരും ഉറക്കമുണരുന്നു. അവർ പകലുറങ്ങും, രാത്രിയാണല്ലോ ഉണർന്നിരിക്കുന്നത്. വെയിനെ കാണിക്കുമ്പോൾ അവന്റെ മക്കളെല്ലാം അവന്റെ മേത്ത് നല്ല ഉറക്കത്തിലാണ്. അവൻ ഉറങ്ങാൻ പറ്റാണ്ട് കണ്ണും തുറന്നിരിക്കുകയാണ്. കുഞ്ഞുമക്കളുള്ള മാതാപിതാക്കൾ അങ്ങനെയാണല്ലോ, അവർക്കറിയാം ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫോൺ റിങ് ചെയ്യുന്നു. ഇന്ന് മേവിസിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. ഡ്രാക്കുള പറഞ്ഞിട്ട് റിസപ്ഷനിസ്റ്റ് ആണ് എല്ലാവരും എഴുന്നേക്കാൻ വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ മേവിസ് റെഡിയാകുന്നു. ഗ്രിഫിനും ഷേവ് എല്ലാം ചെയ്ത് റെഡിയാവുന്നത് കാണിക്കുന്നുണ്ട്. ഡ്രാക്കുള വന്നിട്ട് മേവിസ് കാണാതെ അവളുടെ മുറിയിൽ ഒരു ഗിഫ്റ്റ് വെച്ചിട്ട് പോകുന്നു. സ്നേഹമുള്ള അച്ഛൻ. അങ്ങനെ പാട്ട് തുടങ്ങുന്നു. ഫ്രാങ്ക്സ്റ്റൈൻ ഒരു അടിപൊളി പാട്ട് പാടുന്നുണ്ട്. എല്ലാവരും ഡാൻസ് കളിക്കുന്നു. അപ്പോൾ മേവിസ് അങ്ങോട്ട് വരുന്നു. അവളെ കണ്ട് ജോനാഥൻ, നീ വളരെ സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫ്ലീട്ടിങ്ങിൽ വീഴാത്ത പെൺകുട്ടികളുണ്ടോ, അത് മനുഷ്യരായാലും പ്രേതായാലും. അവൾ അവനോട് നന്ദി പറഞ്ഞിട്ട് പാർട്ടി അറേഞ്ച് ചെയ്തതിന് അവളും അവനോട് നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഡ്രാക്കുള അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളി പാർട്ടിയാണെന്ന് ഡ്രാക്കുളോട് പറയുന്നുണ്ട്. എല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ ഡ്രാക്കുള വലിയ ഗമയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. എന്നാൽ കോമഡി എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഡ്രാക്കുള തല കുത്തിയെന്ന് വരെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ജോനാഥനോട് പ്രണയം മൂത്ത മേവിസ് അവൻ ഉമ്മ വയ്ക്കുന്നു. പക്ഷെ ജോനാഥൻ താല്പര്യമില്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പടച്ചട്ട കാവൽക്കാരൻ ഡ്രാക്കുളയെ തോണ്ടി വിളിച്ച് അത് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് ഞെട്ടിപ്പോയ ഡ്രാക്കുള പെട്ടെന്ന് അവരുടെ ഇടയിൽ കയറി ജോനാഥനോട്, ഞാൻ എന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞിട്ടും നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നെന്ന് ചോദിക്കുമ്പോൾ മേവിസ് പറയുന്നു, എനിക്ക് പ്രായപൂർത്തിയായി, ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന്. അപ്പോൾ ഡ്രാക്കുള അവളോട്, നിനക്ക് ആരെയും ഉമ്മ വയ്ക്കാൻ അനുവാദമില്ല എന്ന് പറയുന്നു. അപ്പോൾ മേവിസ് ഡ്രാക്കുളോട്, എനിക്ക് പുറത്തുപോയി മറ്റുള്ള ആളുകളെല്ലാം കാണണം എന്നെല്ലാം പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രാക്കുള, അന്ന് ആ വില്ലേജിൽ നീ കണ്ടതല്ലേ മനുഷ്യൻ എങ്ങനെയാണെന്ന്. അപ്പോൾ മേവിസ്, ചിലപ്പോൾ നല്ല ആളുകൾ ഉണ്ടായിരിക്കാം, എനിക്ക് ഒരിക്കൽ കൂടി അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഡ്രാക്കുള ദേഷ്യത്തിൽ, അത് സാധ്യമല്ല, അങ്ങനെ ഒരു ഗ്രാമം തന്നെ അവിടെ ഇല്ല എന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. പാർട്ടിയിലെ മ്യൂസിക് എല്ലാം നിർത്തി എല്ലാവരും ഡ്രാക്കുളയെ നോക്കുന്നു. അവൻ അറിയാതെ പറഞ്ഞു പോയതാണ് അങ്ങനെ. അപ്പോൾ എന്താണ് അന്ന് അവിടെ സംഭവിച്ചതെന്ന് മേവിസ് ചോദിച്ചപ്പോൾ വേറെ വഴിയില്ലാതെ ഡ്രാക്കുളയ്ക്ക് ആ ഗ്രാമം അവൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന സത്യം പറയേണ്ടി വരുന്നു. അത് കേട്ട് മേവിസ് ആകെ സങ്കടത്തിലാവുന്നുണ്ട്. ചതി, അതും സ്വന്തം അച്ഛന്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഡ്രാക്കുള, നീ പുറത്തുപോയി എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മേവിസ് അച്ഛൻ അവളോട് നുണ പറഞ്ഞാൽ ഡ്രാക്കുളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഇടിവെട്ടിയതിനെ പാമ്പ് കടിച്ചെന്ന് പറയുന്ന പോലെ ഷെഫ് കൊസിമോഡ് അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ഡ്രാക്കുള അവനെ ഫ്രീസ് ചെയ്തായിരുന്നല്ലോ. അവന്റെ ഒരു വിരൽ ഇപ്പോഴും മൂക്കിന്റെ അകത്താണ്, വായും തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവന് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. മുക്കിയും മൂളിയും അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു ഈച്ച വാമ്പയർ അങ്ങോട്ട് വന്നിട്ട്, ഞാൻ ഫ്രോസൺ ലാംഗ്വേജ് സംസാരിക്കും, ഇയാൾ പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഡ്രാക്കുള ഒരു മനുഷ്യനെ ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നതെന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. ജോനാഥൻ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് അവനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഈച്ച, അതാണ് ആ മനുഷ്യൻ എന്നാണ് ഇവൻ പറയുന്നത് എന്ന് പറഞ്ഞ് ജോനാഥനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴേക്കും ജോനാഥൻ മെയിൻ ഡോറിന്റെ അടുത്ത് എത്തിയിരുന്നു. പക്ഷെ ഷെഫിന്റെ എലി ആ ഡോർ അടയ്ക്കുന്നു. അപ്പോൾ ഫ്രാങ്കൻസ്റ്റൈൻ വന്ന്, അവൻ എന്റെ കസിനാണ്, മനുഷ്യനല്ല, ഷെഫ് നുണ പറയാണ് എന്ന് പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഷെഫിന്റെ എലി ജോനാഥന്റെ മുടിയുടെ ഉള്ളിലേക്ക് കയറുന്നു. ജോനാഥൻ ആ എലിയെ ഓടിക്കാനായി ശ്രമിച്ചപ്പോഴേക്കും സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അവന്റെ മുടി അലങ്കോലായി അവന്റെ ശരിയായ രൂപം എല്ലാവരും കാണുന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ചലറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവിടെ ആകെ ബഹളാവുന്നു. അപ്പോൾ മേവിസ് ജോനാഥന്റെ അടുത്തെത്തി, നീ ശരിക്കും മനുഷ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതെ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച്, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറയുന്നു. ജോനാഥൻ അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഡ്രാക്കുള അവരെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അവളെ തള്ളി മാറ്റിയിട്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ ഒരു മോൺസ്റ്റർ ആണ്, എനിക്ക് മോൺസ്റ്റർ ഇഷ്ടമല്ല, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അത് കേട്ട് ഷോക്കായി നിന്ന് മേവിസിനെ സമാധാനിപ്പിക്കാനായി അവളുടെ അടുത്തേക്ക് വന്ന ഡ്രാക്കുളയോട്, ഇതെല്ലാം നിങ്ങളുടെ തെറ്റാണ് എന്ന് അച്ഛനോട് ദേഷ്യത്തിൽ അലറിയിട്ട് അവളൊരു വവ്വാലായി പറന്നു പോകും. പുറകെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗസ്റ്റുകളും പുറത്തേക്ക് പോകുന്നുണ്ട്. ഹ്യൂമൻ ഫ്രീ ഹോട്ടൽ ആണത്രേ, ഇനി മേലെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ഡ്രാക്കുള ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. പിന്നീട് മേവിസിനെ അന്വേഷിച്ച് മുറിയിൽ വന്നു നോക്കുമ്പോൾ അവൾ അവിടെ ഇല്ല. ടെൻഷൻ അവൻ പുറത്തേക്ക് വവ്വാലായി പറന്ന് ആകാശത്ത്
പുറത്തിലേക്ക് ചെന്ന് താഴേക്ക് നോക്കുമ്പോൾ അവൾ കോട്ടയുടെ മുകളിൽ ഇരിക്കുകയാണ്. ഡ്രാക്കുള പതുക്കെ അങ്ങോട്ട് ചെന്ന് അവളുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ മേവിസ് സങ്കടത്തിൽ അച്ഛനോട് അവളുടെ ഓർമ്മകൾ മായ്ച്ചു കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഡ്രാക്കുള അത് വേണ്ട, നിനക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്, അത് കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഡാഡ് പറഞ്ഞത് ശരിയാണ്, മനുഷ്യർ നമ്മളെ വെറുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ സങ്കടത്തിൽ കരയുന്നു. അപ്പോൾ ഡ്രാക്കുള നമ്മുടെ ഇടയിൽ ഒരുപാട് നല്ല മോൺസ്റ്റേഴ്സ് ഉണ്ട്, നീ ചെറുപ്പാണ്, സങ്കടപ്പെടേണ്ട എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു ബുക്ക് ഇരിക്കുന്നത് കണ്ട് ഡ്രാക്കുള അത് മേടിച്ച് നോക്കുന്നു. ആ ബുക്കായിരുന്നു അയാൾ ആദ്യം അവൾക്ക് ഗിഫ്റ്റായിട്ട് അവളുടെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചത്. അത് അവളുടെ അമ്മയുടെ ബുക്കായിരുന്നു. അതിൽ അമ്മയും ഡ്രാക്കുളയും എങ്ങനെയാണ് പ്രണയത്തിലായതെന്ന് കഥ പോലെ പറയുന്നുണ്ട്. ഒപ്പം സമയമാകുമ്പോൾ നീയും നിന്റെ പ്രിയപ്പെട്ടവനെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞാണ് ആ ബുക്കിലെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ സങ്കടത്തോടെ മേവിസ് ഞാൻ എന്റെ പ്രണയത്തെ കണ്ടുമുട്ടി എന്നാണ് വിചാരിച്ചത് ഡാഡ്, പക്ഷേ ആ പ്രണയം എനിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇനി എനിക്ക് വേറെ സ്വപ്നങ്ങളൊന്നുമില്ല ഡാഡ്, ഡാഡ് ആഗ്രഹിച്ച പോലെ ഞാൻ ഇനി എന്ന് ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അവളുടെ മുറിയിലേക്ക് പറന്നു പോകും. അവളുടെ സങ്കടം കണ്ട ഡ്രാക്കുള വല്ലാതെ സങ്കടത്തിലാവുന്നുണ്ട്. ഇതേസമയം ഹോട്ടലിന്റെ റിസപ്ഷൻ കാണിക്കുമ്പോൾ വന്ന എല്ലാവരും തിരിച്ചു പോകാനായിട്ട് അവരുടെ ബില്ല് വേഗം തരാൻ പറഞ്ഞ് അവിടെ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രാക്കുള പെട്ടെന്ന് അങ്ങോട്ട് പറന്നു വന്ന് കൂട്ടുകാരെ ജോനാഥനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് അവരോട് അപേക്ഷിക്കുന്നു. പക്ഷെ ആരും അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഡ്രാക്കുള ജോണി ഒരു മോശം മനുഷ്യനായിരുന്നില്ല, മനുഷ്യർ ഇപ്പോൾ മോശക്കാരാണോ എന്ന് തന്നെ എനിക്കറിയില്ല, എന്നിട്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രാങ്കൻസ്റ്റൈന്റെ പാഴ്സലിന്റെ അടുത്തെത്തി ഫ്രാങ്ക് നീ എങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നു പറയുന്നു. അപ്പോൾ ഫ്രാങ്കൻസ്റ്റൈൻ പാക്കറ്റ് പൊട്ടിച്ച് തല അവന്റെ കയ്യിൽ വെച്ചിട്ട് എനിക്കും ജോണി ഇഷ്ടമായിരുന്നു, അവൻ എന്റെ കസിൻ ആണെങ്കിലും അല്ലെങ്കിലും അവന്റെ ഒപ്പമുള്ള സമയം ഭയങ്കര രസമായിരുന്നു എന്ന് പറയുമ്പോൾ അവനും മേവിസും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് ഡ്രാക്കുള പറയുന്നു. അത് കേൾക്കുന്ന അവന്റെ കൂട്ടുകാരെല്ലാവരും എങ്കിൽ ഉടനെ തന്നെ ജോണിയെ കൊണ്ടുവരണം എന്ന് പറയുന്നു. അത് കേട്ട് ഡ്രാക്കുളയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഡ്രാക്കുളയും അവന്റെ ബഡീസും കാർ എടുത്ത് ജോണി അന്വേഷിച്ച് ഉടൻ തന്നെ പുറപ്പെടുന്നത്. കാർ ഓടിക്കുന്നത് ഗ്രിഫിനാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൻ ചോദിച്ചപ്പോൾ മനുഷ്യരുടെ ലോകത്തിലേക്കാണ് എന്ന് ഡ്രാക്കുള മറുപടി പറയുന്നു. അപ്പോൾ നേരം വെളുക്കാറായി. സൂര്യന്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് മറി ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ജോണിയെ കണ്ടുപിടിച്ചേ പറ്റൂ, അവന്റെ കാൽപാദം നോക്കി നമ്മൾ പോകും, അത് കഴിഞ്ഞാൽ വെയിൻ നീ അവൻ പോയ വഴി മണത്ത് കണ്ടുപിടിക്കണം എന്ന് ഡ്രാക്കുള പറയുന്നു. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് ജോനാഥന്റെ ഒരു ടീഷർട്ട് അവന് കിട്ടുന്നുണ്ട്. അവന്റെ ബാക്ക് പാക്കിൽ നിന്ന് വീണു പോയതാണത്. ഡ്രാക്കുള അത് എടുത്തു കൊടുത്തിട്ട് അത് മണത്ത് അവൻ ഏത് വഴിയാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ വെയിനോട് പറയുന്നു. അപ്പോൾ വെയിൻ ഞാൻ മണത്ത് കണ്ടുപിടിച്ചിരുന്ന പ്രായമൊക്കെ പോയി, ഇപ്പോൾ ഞാൻ ഡെയിലി എത്ര ഡയപ്പറാണ് മാറ്റുന്നതെന്ന് നിനക്കറിയാമോ, പിള്ളേരുടെ നമ്പർ 1ന്റെയും നമ്പർ 2ന്റെയും മണം മൂക്കിൽ അടിച്ചടിച്ച് എനിക്കിപ്പോൾ പഴയതുപോലെ വേറെ മണമൊന്നും കിട്ടുന്നില്ല, പക്ഷെ വേറെ വഴിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ ശബ്ദമില്ലാത്ത ഒരു വിസിലടിക്കുമ്പോഴേക്കും അവന്റെ വികൃതി പിള്ളേരെല്ലാവരും കൂടെ പടയായിട്ട് അങ്ങോട്ട് പാഞ്ഞു വരുന്നു. വെയിൻ അവരോട് ജോനാഥന്റെ ടീഷർട്ട് കൊടുത്തിട്ട് മണക്കാൻ പറയുമ്പോൾ പിള്ളേർ അതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടിയുടെ മേലെല്ലാം കയറി അവർ തമ്മിൽ തല്ലുകൂടി ആകെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രാക്കുള നിന്റെ ഏതെങ്കിലും ഒരു കൊച്ചു നീ പറഞ്ഞാൽ അനുസരിക്കുമോ എന്ന് വെയിനോട് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഉണ്ട് എന്ന് പറഞ്ഞ് വിന്നി എന്ന് വിളിക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ ആകെയുള്ള പെൺതരി അവൾ അവന്റെ അടുത്തേക്ക് വരുന്നു. വെയിൻ ആ ടീഷർട്ട് അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ അത് മണത്തു നോക്കി ജോനാഥൻ പോയ വഴിയും കേറിയ കാറും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവനിപ്പോൾ ഒരു ഫ്ലൈറ്റിന്റെ അകത്താണ്, വെജിറ്റേറിയൻ മീൽസ് ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 8 മണിക്കാണ് ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സീറ്റ് നമ്പർ വരെ വിന്നി പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് ഡ്രാക്കുള ഇനി 15 മിനിറ്റ് ഉള്ളൂ, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് പറഞ്ഞ് വിന്നിയോട് താങ്ക്സ് പറഞ്ഞ് ബാക്കി വികൃതിപ്പിള്ളവരോട് അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ് അവർ ഓടിക്കുന്നു. എന്നിട്ട് അവർ വീണ്ടും വണ്ടി എടുത്ത് പോകുന്നു. വണ്ടി പറപ്പിച്ചാണ് ഗ്രിഫിൻ വിടുന്നത്. പെട്ടെന്ന് വഴിയുടെ നടുക്ക് ഒരു ചെമ്മരിയാട് നിൽക്കുന്നത് കണ്ട് അവൻ പെട്ടെന്ന് വണ്ടി വെട്ടിത്തിരിച്ച് ആ വലിയ മലഞ്ചെരുവിലൂടെ എങ്ങനെയൊക്കെയോ വണ്ടി മറയാതെ ഓടിച്ച് വീണ്ടും റോഡിൽ വന്ന് ചാടുന്നു. അങ്ങനെ അവർ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും കുറെ അധികം ചെമ്മരിയാടുകൾ റോഡിന്റെ നടുക്ക് നിൽക്കുന്നു. ഉടനെ തന്നെ വെയിൻ ഇപ്പൊ ശരിയാക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് അതിനെല്ലാം പിടിച്ചു നിന്നിട്ട് ഇപ്പോൾ ആളുകളൊന്നുമില്ല, ഇനി പോകാമെന്ന് പറയുന്നു. അത് കേട്ട് ബാക്കിയുള്ള എല്ലാവരും അവനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ റോഡ് സൈഡിൽ കൂടി നടന്നു പോകുന്നു കാണുന്നു. അവൻ മോൺസ്റ്ററിന്റെ കോസ്റ്റ്യൂം എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവരെ കണ്ടതും അവൻ വെൽക്കം ടു ട്രാൻസിൽവാനിയ എന്ന് പറഞ്ഞ് ചെന്നായി ഓരിയിടുന്ന പോലെ ഓരിയിടുന്നു. കുറച്ചങ്ങ് ചെന്നപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത്. അവിടെ വെൽക്കം ടു മോൺസ്റ്റർ ഫെസ്റ്റിവൽ എന്നൊരു വലിയ ബാനർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് ചെന്നപ്പോൾ ഡ്രാക്കുളയെ കുറിച്ചും അതേപോലെ ഫ്രാങ്കിനെ കുറിച്ചെല്ലാം പറയുന്ന ബാനർ. അതെല്ലാം കണ്ട് മറി ചോദിക്കുന്നുണ്ട് ഇവർക്ക് നമ്മൾ വരുന്നത് അറിയാമായിരുന്നു എന്ന്. അപ്പോൾ കുറെ ആളുകൾ മോൺസ്റ്ററിന്റെ വേഷം കെട്ടി ആ തെരുവിലൂടെ വരുന്നു. അതിൽ മമ്മിയുടെ വേഷം കെട്ടിയ ഒരു പെണ്ണ് മറിയെ നോക്കി സൈറ്റ് അടിക്കുന്നുണ്ട്. മറി അത് കണ്ട് ത്രില്ലടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്രാങ്കൻസ്റ്റൈന്റെ ഒരു വലിയ പാവ കണ്ട് ഫ്രാങ്ക് മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട് ഇവർക്ക് നമ്മളെല്ലാവരും ഇഷ്ടമായിരുന്നു എന്ന്. അപ്പോൾ അതിലെ ഡ്രാക്കുളയുടെ വേഷം കെട്ടി വന്ന ഒരുത്തനോട് ഒറിജിനൽ ഡ്രാക്കുള എയർപോർട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഈ ഒരേ ഒരു വഴിയുള്ളൂ ഡ്രാക്കുള മച്ചാനെ എന്ന് പറഞ്ഞിട്ട് ബ്ലാ 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 എന്ന് പറയുന്നു. അവൻ വിചാരിച്ചത് നമ്മുടെ ഡ്രാക്കുളയും വേഷം കെട്ടിയിരിക്കുന്നതാണ് എന്നാണ്. പക്ഷെ അവൻ കാണിച്ച ആ വഴി ആളുകളെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. അതിലെ പോയാൽ സമയത്ത് എത്താൻ പറ്റില്ല എന്ന് ഡ്രാക്കുള പറഞ്ഞപ്പോൾ അതിന് നിങ്ങൾ നേരത്തെ ഇറങ്ങണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബ്ലാ 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 എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. അപ്പോൾ ഡ്രാക്കുള ദേഷ്യത്തിൽ ഞാൻ ബ്ലാ 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 എന്ന് പറയാറില്ലടാ എന്ന് പറയുന്നു. എന്നിട്ട് കൂട്ടുകാരോട് ഇനി വേറെ വഴിയില്ല, നമുക്ക് നടന്നു പോകാം എന്ന് പറഞ്ഞ് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു. ഡ്രാക്കുള തലവഴി അയാളുടെ ഉടുപ്പിട്ട് മറച്ചിട്ടുണ്ട്. കാരണം വാമ്പേഴ്സിന് സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ലല്ലോ. കൂട്ടത്തിൽ ഡ്രാക്കുള മാത്രമാണ് വാമ്പയർ, ബാക്കി എല്ലാവരും മോൺസ്റ്റേഴ്സ് ആണ്. അവർക്ക് സൂര്യപ്രകാശം ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഫ്രാങ്ക് ഡ്രാക്കുളയ്ക്ക് ഒരു തൊപ്പി എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മറി നമ്മൾ വേഷം കെട്ടി വന്നതാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും ആരാണെന്ന് കാണിച്ച് ഇവരെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും വഴി മാറി തരില്ലേ എന്ന് പറയുമ്പോൾ അത് നല്ല ഐഡിയ ആണെന്ന് ഡ്രാക്കുള പറഞ്ഞപ്പോൾ ഫ്രാങ്ക് ഉടനെ നമ്മൾ നൂറ്റാണ്ടുകളായി അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, മാത്രമല്ല എനിക്കിപ്പോൾ പഴയതുപോലെ ഒന്നും അലറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ അലറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല.
അത് കണ്ട ഗ്രിഫിൻ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഒരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് ഫ്രാങ്കിനെ കാണിക്കുന്നു. ഫ്രാങ്കിന് തീ കാണുന്നത് സീനാണല്ലോ. അത് കണ്ടതും അവൻ ശരിക്കും അലറിക്കൊണ്ട് അവന്റെ രൂപത്തിലുള്ള ആ വലിയ പാവയിൽ പിടിച്ചു കയറി അതിന്റെ മുകളിൽ നിന്നും ഉറക്കെ അലറുന്നു. അലറിക്കഴിഞ്ഞതും താഴെ നിന്ന് ആളുകൾ പേടിക്കുന്നതിന് പകരം കൈയടിക്കുന്നു. അത് കണ്ടവൻ, എടാ ഞാൻ നിന്നെയൊക്കെ പേടിപ്പിക്കാൻ നോക്കിയതാടാ, ഞാനാണ് യഥാർത്ഥ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്നു. അപ്പൊ താഴെ നിന്ന് ഒരുത്തം വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾക്കതറിയാം, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ പേടിയില്ല, ഇഷ്ടമാണ്, വി ലവ് യു എന്ന്. അപ്പൊ ഫ്രാങ്ക് താഴെ നിൽക്കുന്നത് യഥാർത്ഥ ഡ്രാക്കുളയാണ്. അദ്ദേഹത്തിന്റെ മകൾ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് ഉടനെ എയർപോർട്ടിൽ എത്തണം, പക്ഷെ ഈ തിരക്കിനിടയിൽ കൂടി ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എന്ന്. അപ്പോൾ കൂട്ടത്തിലൊരുത്തൻ വേറൊരുത്തനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഡ്രാക്കുള പറക്കാത്തതെന്ന്. അപ്പോൾ മറ്റേയാൾ, സൂര്യപ്രകാശം കാരണമാണ് മണ്ട, അദ്ദേഹം ഒരു വാമ്പയർ ആണെന്ന് പറയും. അത് കേട്ട് ഫ്രാങ്കൻസ്റ്റൈൻ, അവൻ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ ഡ്രാക്കുളയ്ക്ക് വേണ്ടി വഴിമാറി തരും എന്ന് പറയുന്നു. ഉടനെ തന്നെ അവർ വഴിമാറി ഡ്രാക്കുളയുടെ വേഷം കെട്ടിയ എല്ലാവരും ഒരു സൈഡിലും അവരുടെ പുറകിലായിട്ട് വേറെ കുറെ ആളുകൾ നിന്നിട്ട് ഡ്രാക്കുള വേഷത്തിന്റെ ഉടുപ്പിന്റെ പുറകിലുള്ള നീളം തുണി വലിച്ചു പൊക്കി പിടിക്കുന്നു. അപ്പോൾ താഴെ അതിന്റെ നിഴൽ വരുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും ഡ്രാക്കുളയോട് ആ നിഴലിൽ കൂടി പോകാൻ പറയുന്നു. അങ്ങനെ ഡ്രാക്കുള ആ നിഴലിൽ കൂടി അതിവേഗത്തിൽ പോകുന്നു. ആ ആളുകൾ എല്ലാവരും അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വി ലവ് യു ഡ്രാക്കുള എന്നെല്ലാം പറഞ്ഞ്. അതുകൊണ്ട് ഡ്രാക്കുളയ്ക്ക് മനസ്സിലായി മനുഷ്യർക്ക് എല്ലാവർക്കും അവർ ഇഷ്ടമാണെന്ന്. അങ്ങനെ ഡ്രാക്കുള ആ തുണിയുടെ നിഴലിൽ കൂടി അപ്പുറത്തുള്ള മഴക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്നു. അത് എയർപോർട്ടിന്റെ സൈഡിലുള്ള സ്ഥലമായിരുന്നു. അവിടെ വെച്ച് അയാൾ ജോനാഥൻ കയറിയ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതിനകത്തിരിക്കുന്ന ജോനാഥനെയും. അപ്പോൾ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഡ്രാക്കുള പെട്ടെന്ന് വവ്വാലായി ആ ഫ്ലൈറ്റിന് പുറകെ പറക്കുന്നു. സൂര്യപ്രകാശമായിട്ട് അയാൾക്ക് സ്പീഡിൽ പറക്കാൻ കഴിയുന്നില്ല. ശരീരം പതുക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ പറന്ന് ജോനാഥൻ ഇരുന്ന സീറ്റിന്റെ ജനലിന്റെ സൈഡിൽ എത്തുന്നുണ്ട് ഡ്രാക്കുള. ജോനാഥൻ പെട്ടെന്ന് ആ വവ്വാലിനെ കണ്ട് അത് ഡ്രാക്കുളയാണെന്ന് തിരിച്ചറിയുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കിയ ഡ്രാക്കുള വീണ്ടും ശക്തിയായി പറന്ന് ഫ്ലൈറ്റിന്റെ മുമ്പിൽ ചെന്ന് അതിന്റെ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പൊ പൈലറ്റുമാരും ആ വവ്വാലിനെ കാണുന്നുണ്ട്. അപ്പൊ ഡ്രാക്കുള ആ പൈലറ്റുമാരും ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് അവനെ കൊണ്ട് ഫ്ലൈറ്റിന്റെ അകത്തുള്ള മൈക്കിൽ കൂടി ജോനാഥന് വേണ്ടി ഒരു മെസ്സേജ് പറയിക്കുന്നു. എനിക്ക് തെറ്റുപറ്റി, എന്റെ മകൾ എന്റെ അടുത്ത് എപ്പോഴും സേഫ് ആയിരിക്കും എന്നല്ലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൾക്കും അവളുടേതായ ഇഷ്ടങ്ങളുണ്ട്. എന്റെ മകൾ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ അവൾ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അത് നിന്നെയാണ്. എന്നോട് ക്ഷമിക്കൂ ജോനാഥൻ എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും ജോനാഥന്റെ സൈഡിലുള്ള ജനലിന്റെ അടുത്ത് വരുന്നു. അവർ പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ ജോനാഥൻ ചിരിച്ചുകൊണ്ട് ഓക്കെ എന്ന് തമ്പ് കാണിക്കുന്നു. അത് കണ്ട് സന്തോഷത്തിലായ ഡ്രാക്കുള വീണ്ടും ആ പൈലറ്റിനെ കൊണ്ട് നമ്മൾ ഇന്ധനം നിറയ്ക്കുവാനായിട്ട് ഫ്ലൈറ്റ് വീണ്ടും എയർപോർട്ടിൽ ഇറക്കുകയാണ് എന്നൊരു അനൗൺസ്മെന്റ് പറയിപ്പിക്കുന്നു. അത് കേട്ട യാത്രക്കാരെല്ലാം ദേഷ്യത്തിലാവുന്നുണ്ട്. അങ്ങനെ ആ ഫ്ലൈറ്റ് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കത്ത് പിടിച്ച ഡ്രാക്കുള അവന്റെ കോട്ടയിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യുന്നതാണ്. മേവിസ് അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഡ്രാക്കുള അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ഡ്രാക്കുള, നിനക്ക് അമ്മയുടെ പിറന്നാൾ സമ്മാനം കിട്ടി, ഇപ്പോൾ ഞാൻ എന്റെ സമ്മാനം തരട്ടെ എന്ന് ചോദിച്ച് ജോനാഥന്റെ ബാക്ക് പാക്ക് എടുത്ത് കാണിക്കുന്നു. അപ്പോൾ മേവിസ്, ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചപ്പോൾ ഇതിനൊപ്പം വേറൊരു സാധനം കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ഡ്രാക്കുള ആ ബാഗ് തിരിക്കുമ്പോൾ അതിന്റെ പുറകിൽ ജോനാഥൻ. അപ്പോൾ മേവിസ്, നീ എന്തിനാണ് ഇപ്പോൾ വന്നത്, നിനക്ക് മോൺസ്റ്റേഴ്സിനെ ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ജോനാഥൻ, അത് നിന്റെ ഡാഡി എന്റെ ചോര കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അന്നത്തെ കിസ് ഒന്നുകൂടി ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ച് അവർ തമ്മിൽ ഉമ്മ വയ്ക്കാൻ വന്നതും ഡ്രാക്കുള പെട്ടെന്ന് അവൻ അവരോട് പഴയ ഓർമ്മയിൽ ചെയ്തു പോയതാണ്, നിങ്ങൾ ഉമ്മ വെച്ചോളൂ, സോറി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നു. അങ്ങനെ അവർ പരസ്പരം ഒരു സ്നേഹചുംബനം നൽകുന്നു. മുടങ്ങിപ്പോയ മേവിസിന്റെ ബർത്ത്ഡേ പാർട്ടി വീണ്ടും നടക്കുന്നു. ആട്ടം, പാട്ട്, കൊണ്ടാട്ടം, എല്ലാവരും ഡാൻസ് കളിക്കുന്നു. ജോനാഥൻ പാട്ട് പാടുന്നു. അപ്പോൾ ഡ്രാക്കുള അങ്ങോട്ട് വന്നപ്പോൾ രണ്ടുപേരും പാടാൻ ജോനാഥൻ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഡ്രാക്കുള, ഈ പാട്ട് പാടാൻ അറിയാവുന്നവരോട് നമ്മൾ പാടാൻ പറയുമ്പോൾ ആദ്യം ഒരു ഷോ കാണിക്കില്ലേ, അതുപോലെ ആദ്യം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ശരി രണ്ടുപേരും മൂള എന്ന് പറഞ്ഞ് മൈക്ക് മേടിച്ച് ഒരു റാപ്പ് സോങ് തന്നെ അങ്ങ് കീച്ചുന്നു. അത് പ്രതീക്ഷിക്കാത്ത ജോനാഥനെ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നീട് എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെയായി പാർട്ടി അടിപൊളി ആഘോഷിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ ഇഷ്ടമായോ എല്ലാവർക്കും? ഡ്രാക്കുള മാമനും മോളും മരുമോനും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് നിങ്ങളെ രസിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടമായത്? പിന്നെ ശരിക്കുമുള്ള ഡ്രാക്കുള കോട്ട ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ശരി ഉത്തരം ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും നിങ്ങൾ ഈ കഥയൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം, അവർക്കും ഇഷ്ടാവും. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിന്റെ കാരണം ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സങ്കടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.